പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് കുര്യൻ തോമസ്. എപ്പോഴും ആൾക്കാരെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് ശരിയായ രീതിയിൽ രക്ഷപ്പെടുന്നത് എന്നുള്ളത്. അതിനുള്ള വചനങ്ങൾ ഞാനിപ്പോൾ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം. 1 യോഹന്നാൻ 3:8. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാണല്ലോ. അപ്പം പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഉള്ളത് യോഹന്നാൻ 8-ാം അധ്യായം 43-47 വരെ വായിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഗതി കിട്ടും അതിനകത്ത്. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഡീറ്റെയിൽ അവിടെ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 43-47 വരെ. എൻ്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത്? എൻ്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സിലായക കൊണ്ടത്രേ. നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ. ഇവിടെ അത് തന്നെയാണ് പറയാം, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ. നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കുലപാതകനായിരുന്നു. അവൻ്റെ സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. ഞാനോ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു. ഞാൻ സത്യം പറയുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തത് എന്ത്? ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. നിങ്ങൾ ദൈവസന്തതി അല്ലായകൊണ്ട് കേൾക്കുന്നില്ല. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ ദൈവസന്തതി ആകുന്നത്? യോഹന്നാൻ 1-ാം അധ്യായം 12-ാം വാക്യം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അപ്പം നമുക്ക് തന്നിരിക്കുന്നൊരു അധികാരമാണത്. ആ കർത്താവ് യേശുവിനെ സ്വന്തം എഴുതാവായി സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ ദൈവമക്കളായി. ഇപ്പോൾ പാപം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പിശാചിൻ്റെ മക്കളാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുണ്ടെങ്കിൽ അവനെ കൈക്കൊള്ളണം. സ്വന്തം രക്ഷിതാവായി നമ്മൾ കൈക്കൊണ്ട് കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീർന്നു. അതിനൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ 3:3 വായിച്ചു. യേശു അവനോട്, ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദെമോസ് അവനോട്, പുതുതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗ്ഗരാജ്യം കാണുവാൻ കഴിയത്തില്ല എന്ന് പറയുന്നു. 5 വായിച്ചോ. 5. ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. അപ്പം കാണുക, ഇത് കടക്കുക. അപ്പോൾ ഈ രണ്ട് സ്റ്റേജ് നമ്മൾ കണ്ടു. അപ്പോൾ പുതുതായി ജനിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് നമ്മളൊരു പുതിയ മനുഷ്യനായി തീരുന്ന പരിപാടിയാണ് പുതുതായി ജനിക്കുക എന്നുള്ളത്. അപ്പോൾ അത് എന്തോ ചെയ്യണം? നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക എന്നുള്ളത്. എന്തെങ്കിലും പാപങ്ങളോട് നമ്മൾ അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. അവിടെയാണ് നമുക്ക് പാപമോചനം കിട്ടുന്നത്. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-9 വരെ വായിച്ചാൽ അവിടെ നമുക്ക് കാണാം എങ്ങനെയാണ് പാപങ്ങൾ മോചിച്ച് കിട്ടുന്നത് എന്ന് അവിടെ കൊടുക്കുന്നുണ്ട്. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നമ്മൾ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു നമ്മളെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മളെ പാപമില്ലാത്ത ഒരാളാക്കി നമ്മളെ തീർക്കുകയാണ്. അതിൻ്റെ തന്നെ എബ്രായ ലേഖനം 10-ാം അധ്യായം 12-17 വരെ. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നുകൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശദീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അടുത്തത്, അത് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷീകരിക്കുന്നു. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. അവരുടെ പാപങ്ങളും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയില്ല എന്ന് അരുളി ചെയ്യുന്നു. എന്നാൽ ഇവയുടെ മോചനം ഉള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. ഇനി പാപങ്ങൾക്ക് വേണ്ടി യാതൊരു ആവശ്യവുമില്ല. നമ്മളിങ്ങനെ ഏറ്റുപറഞ്ഞ് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ തന്നെ നമ്മൾ പൂർണ്ണമായ പാപങ്ങൾ മോചിക്കപ്പെട്ട് കിട്ടുന്നു. കർത്താവ് യേശുവിൻ്റെ രക്തത്താൽ പാപങ്ങൾ മോചിച്ച് കിട്ടുന്നു വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. റോമർ 3:23-26.
ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പുറമേൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഈ കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. ഇവിടെ നമ്മൾ സൗജന്യമായിട്ടാണ് നമുക്ക് നീതീകരണം നടക്കുന്നത്. പാപം മോചിച്ച് കഴിയുമ്പോൾ നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം നമുക്ക് പിന്നെ പാപിയല്ല. അപ്പോൾ ഇനി മുമ്പോട്ട് നമ്മൾ വരുമ്പോഴും പാപം ചെയ്യുമ്പോൾ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കഴിയുമ്പോൾ നമ്മുടെ പാപങ്ങൾ മോചിച്ച് കിട്ടിയിരിക്കുന്നു. അതാണ് നമ്മൾ 1 യോഹന്നാൻ 1:7 നമ്മൾ വായിച്ചത്. ഇനി ഇതെങ്ങനെയാണ് പറയേണ്ടതെന്നാണ് റോമർ 10-ാം അധ്യായം 9-ഉം 10-ഉം പറയുമ്പോൾ അവിടെ ക്ലിയറായിട്ട് പറഞ്ഞുകൊണ്ട് ഇതെങ്ങനെയാണ് പറയേണ്ടതെന്ന്. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായു കൊണ്ട് രക്ഷിക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും രക്ഷിച്ചു പോകില്ല. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള പറയാം, നമ്മൾ വാഗുകൊണ്ട് ഏറ്റുപറയണം. ഇനി എങ്ങനെയാണ് പറയേണ്ടതെന്നും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിച്ചേക്കാം. കർത്താവ് യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് എനിക്ക് വേണ്ടി മധ്യസ്ഥത യാചിക്കുന്നു. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കർത്താവ് യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ പാപങ്ങൾ മോചിച്ച് കിട്ടിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാമത്തെ കാര്യം, അതുകൊണ്ട് ഇന്ന് മുതൽ ഈ കർത്താവിനെ ഞാൻ എൻ്റെ രക്ഷിതാവായി ഏറ്റുകൊള്ളുന്നു. നാലാമത്തെ കാര്യം, കർത്താവെ എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിച്ച് എന്നെ അവിടുത്തെ മകനാക്കണമേ, മകളാക്കണമേ. അപ്പോൾ ഇങ്ങനെ 4 കൂട്ടം കാര്യങ്ങൾ നമ്മൾ ഹൃദയത്തുനിന്ന് പറഞ്ഞെങ്കിലേ നമ്മുടെ രക്ഷ നടക്കുന്നുള്ളൂ. ഇത് ഇന്ന് നടക്കാത്തത് കൊണ്ട് ഒരു മെജോറിറ്റി ആൾക്കാരിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല. ഹൃദയത്തുനിന്ന് ഏറ്റു പറയാത്തത് കൊണ്ട് ഇന്ന് രക്ഷ മിക്ക ആളുകളുടെയും രക്ഷ നടക്കുന്നില്ല. അവർ ഇന്നും പിശാചിൻ്റെ മക്കളായിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ നമ്മൾ ഹൃദയത്തുനിന്ന് ഏറ്റു പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ രക്ഷ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുന്നുള്ളൂ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇനി അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.